എന്തെങ്കിലും പുതിയ പുതിയ ഇൻസ്ട്രുമെന്റ് പഠിക്കുക, സംഗീതത്തിൽ കൂടി ഇതൊക്കെ പഠിച്ചെടുക്കണം എന്ന് ഉള്ളിലൊരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നോ? പണ്ടേ ഉണ്ടായിരുന്നു. ആദ്യം PP തുടങ്ങിയത്. ആ കുട്ടികൾ കളിക്കുന്ന PP ചുമ്മാ പിന്നെ കുറച്ചൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ ഗായത്രി വീണ കഴിഞ്ഞിട്ട് മൃദംഗം എല്ലാം ചെറുതായിട്ടൊക്കെ വായിക്കും. മൃദംഗവും തകിലും തബല ഗഡം, പിന്നെ കീബോർഡ് വായിക്കാറുണ്ട്. പിന്നെ ഒരു റഷ്യൻ ഉപകരണം കസു, അത് വായിക്കും. ഇതൊക്കെ എവിടെ നിന്ന് ഇതിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇത് പഠിക്കണം, അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും പഠിക്കുന്നതിന് ഡിഫറെന്റ് ആയിട്ട് പഠിക്കണം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും ചെയ്തതിനെക്കാളും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പഠിക്കണമെന്ന് തോന്നലുണ്ട്. അതെ അതെ, അങ്ങനെയാണ് കാര്യം. കസു എനിക്ക് ആലപ്പുഴയിലെ ഫ്ലൂട്ട് വായിക്കുന്ന ജോസി ചേട്ടനും ആദ്യം പരിചയപ്പെടുത്തുന്നു. അതിനു മുമ്പ് പെരുമ്പാവൂർ കിരൺ ചേട്ടനെടുത്ത് തബല വായിക്കും. ചേട്ടൻ ആദ്യം കൊണ്ടുതന്നു, അതിനുശേഷം ജോസി ചേട്ടൻ. അങ്ങനെയാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. പിന്നെ ജിങ്കനമണിയിലൊക്കെ ഓരോരുത്തരൊക്കെ വായിക്കാറുണ്ടല്ലോ. പിന്നെ മലയാളി ഫ്രം ഇന്ത്യയിലെ ഉപകരണം വായിച്ചിട്ടുണ്ട് കേട്ടോ, കസു. അതിൽ ആ പാട്ടിനകത്ത് വായിച്ചിട്ടുണ്ട്. അതിലുണ്ട് വായിച്ചിട്ടുണ്ട് അല്ലേ? ഞങ്ങൾക്ക് വേണ്ടി അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിച്ചു തരോ? അതില് പൊൻവീണ എന്നുള്ള പാട്ട് വായിക്കാം. ഞാൻ കാണുമ്പോ ആലോചിച്ചോക്ക്. താങ്ക് യു. ഇത് ഊതുവല്ല, ഊതിയ ഒന്നും കേൾക്കൂല, പാട്ടും മൂളണം. അതെ കണ്ട, ഊതിയ ഒന്നുമില്ല, ഒരു സാധനം കേൾക്കൂല. അതിന്റെ കൂടെ തന്നെ പാടുകയും ചെയ്യണം, അങ്ങനെ വെക്കണം. എന്നാലേ ആ ഡയഫ്രത്തിലൂടെയാണ് സൗണ്ട് വരിക. ഈ ഇപ്പൊ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാന്ന് പറയില്ലേ? അച്ഛനാണ് അമ്മയുടെ പാട്ട്, ഇവരും പാടുമായിരുന്നു? രണ്ടുപേരും പാടും. അവരാണ് ആദ്യം പാട്ടൊക്കെ പഠിപ്പിക്കുന്നതും. പിന്നെ ഗുരുമുഖത്ത് ആദ്യം അച്ഛൻ അടിസ്ഥാനപരമായിട്ട്, അച്ഛൻ്റെ അമ്മയും പാടുമായിരുന്നു. അതിനുശേഷം 7ാം വയസ്സ് മുതൽ ഗുരുമുഖത്ത് നിന്ന് സംഗീത പഠനം ആരംഭിച്ചു. ഏകദേശം ഇപ്പൊ ഒരു 11-12 വർഷമായില്ലേ? ഇപ്പൊ ഒരു സില്ലിലോട് കഴിഞ്ഞ് 11 വർഷം. ശരിയാ. അപ്പൊ ഇത്രയും വർഷം ഒരു സംഗീത ജീവിതം ഉണ്ടല്ലോ. അത് പണ്ട് മുതലേ ഉണ്ടെങ്കിലും ഒരു സിനിമയിൽ സജീവമായിട്ട് പാട്ടുകൾ പാടുന്നു. പ്രത്യേകത, എല്ലാവരും ആരാധക വൃന്ദങ്ങൾ കൂടും. നേരത്തെ കൂടുക, അതല്ലേ സൂപ്പർ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഫോട്ടോ എടുക്കാനാണെങ്കിൽ എത്ര പേരാ പോയാലും രസമാ. നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ നമുക്ക് തോന്നാം. അങ്ങനെ ഒരു പരിചയക്കുറവ് നമുക്ക് തോന്നില്ല. കാണുമ്പോ ആ ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഈ പുറത്തൊക്കെ പോകുമ്പോ ആളുകളുടെ എങ്ങനെയാ വന്ന് മിണ്ടുന്നതൊക്കെ എന്ത് രസമാണെന്നറിയോ? എല്ലാരും നല്ല സ്നേഹത്തോടു കൂടി. ഞാനും അതുപോലെ മിങ്കിൾ ചെയ്യും കേട്ടോ. അങ്ങനെ വേണ്ടത്. പിന്നെ ഗുരുമുഖത്ത് എന്ന് പറയുമ്പോൾ ആദ്യ ഗുരു അമ്പലപ്പുഴ തുളസി ടീച്ചർ, പിന്നെ വൈക്കം പ്രസന്ന ടീച്ചർ ഉണ്ടായിരുന്നു, സുമംഗല ടീച്ചർ, വിൻസെന്റ് മാഷ് തൃപ്പൂണിത്തറ. പിന്നെ ഞാൻ മാവേലിക്കര പൊന്നമ്മാൾ ടീച്ചറിന്റെ കീഴിലും ടീച്ചറുടെ മകൻ സുബ്രഹ്മണ്യ സാറിന്റെ കീഴിലും അഭ്യസിച്ചിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നെടുമങ്ങാട് ശിവാനന്ദൻ സാർ, പ്രശസ്ത വയലിൻ വിദ്വാൻ, അദ്ദേഹത്തിന്റെ കീഴിൽ സംഗീതം അഭ്യസിക്കുന്നുണ്ട്. പിന്നെ ഫോണിലൂടെ ധാരാളം, ഇപ്പം M ജയേന്ദ്ര സാർ പഠിപ്പിക്കും, ദാസേട്ടൻ പഠിപ്പിക്കും, ശരത് സാറും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. P ഉണ്ണികൃഷ്ണൻ സാറ്, ശ്രീരാമേട്ടൻ, കാവാല ശ്രീകുമാരേട്ടൻ, മധു ബാലകൃഷ്ണൻ ചേട്ടൻ, എല്ലാവരും പഠിപ്പിച്ചു തരും കേട്ടോ. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ബിന്നി കൃഷ്ണകുമാർ, ബിന്നി ചേച്ചി, ചിത്ര ചേച്ചി ഒരു കീർത്തനം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? ഇപ്പൊ ഈ നമുക്ക് ആഗ്രഹിച്ചൊരു ഇഷ്ട മേഖല പാട്ടാണല്ലോ, സംഗീതമാണ്. അതിനിപ്പോ വന്ന കഴിവുകൾ ആളുകൾ ഇത്രയധികം പാട്ടിനെ അനുമോദിക്കുന്നു, ശബ്ദത്തിനെ കുറിച്ച് ആളുകൾ പറയുന്നു. അപ്പൊ ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു മേഖല നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് എന്താ ഈ ഒരു 11 വർഷങ്ങൾക്കിടയിൽ? ആദ്യം ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അനുഗ്രഹം ലഭിച്ചു. പിന്നെ SP ബാലസുബ്രഹ്മണ്യ സാറിന്റെ അനുഗ്രഹം, സാറുമായിട്ട് അങ്ങനെ കൂടാൻ സാധിച്ചു. ഒരു ബന്ധം, ഒരു ഗുരുതുല്യമായ ബന്ധം പുലർത്താൻ സാധിച്ചു. SPB സാറിന്റെ ഗാനമുണ്ട്, ശങ്കര എന്നുള്ള ഗാനം ഗായത്രി വീണയിൽ വായിക്കുന്ന സാറ് കേട്ട് അഭിനന്ദിച്ചു. ഫോണിൽ സംസാരിക്കുമായിരുന്നു. എന്താ ചെയ്യല്ലേ, സാറിന്റെ വിയോഗം നമുക്കൊരു
അതെ. തീരാ നഷ്ടമാണ്. കൊറോണ കൊണ്ടുപോയില്ലേ, എന്താ ചെയ്യുക. അതെ. ഇനിയിപ്പോ ഇന്ന ആൾ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം, ഇന്ന ആളുടെ കൂടെ പാടണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും? ആ ഉണ്ട്. പിന്നെ ശരത് സാറിൻ്റെ കൂടെ പാടണമെന്നുണ്ട്. AR റഹ്മാൻ സാർ, ഇളയരാജ സാർ, വിദ്യാസാഗർ സാർ, പിന്നെ M ജയേന്ദ്ര സാറിന്റെ സബിൻ സാറിന്റെ കൂടെ ധാരാളം പാടിക്കൊണ്ടേയിരിക്കണം. അത് വേറെ കാര്യം അല്ലേ, അത് നമുക്ക് മറക്കാൻ പറ്റില്ല, അത് വേണം. അതുപോലെ ഇത് ലെജൻസിന്റെ കൂടെ ഒക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട് ധാരാളം. പിന്നെ ദാസേട്ടൻ്റെ കൂടെ P ജയേന്ദ്ര സാറിന്റെ കൂടെ ഒക്കെ സിനിമയിൽ ഡുവറ്റ് പാടണമെന്നുണ്ട്. പിന്നെ നമ്മുടെ മധുവണ്ണൻ, ഇപ്പോഴത്തെ യുവകാരൻ നജീം അർഷാദ്, എല്ലാവരുടെയും കൂടെ ഡുവറ്റ് പാടണമെന്നുണ്ട് കേട്ടോ. ഈ സംസാരിക്കുമ്പോൾ ഈ വാക്കില് സംഗീതം വരുന്നുണ്ട്. ഇപ്പൊ സംസാരിക്കുന്ന വേർഡിൽ തന്നെ അതിലൊരു പാട്ടോട് കൂടിയാ സംസാരിക്കണേ. അത് പണ്ട് മുതൽ ഇങ്ങനെയാണോ? എവിടെയെങ്കിലും സപ്താഹമൊക്കെ കേൾക്കുമ്പോ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് അമ്പലങ്ങളിലെ അതിലൂടെ അങ്ങനെ. പിന്നെ കോമഡിയും കേട്ടു ഇതുപോലെ സപ്താഹം വായിക്കുന്നവര് സംഗീതത്തിൽ കൂടെ സംസാരിക്കുന്നത്. പിന്നെ M ജയേന്ദ്ര സാറുമായിട്ടും അങ്ങനെയാണല്ലോ. അതെ. സെല്ലിയുടെ ആദ്യ സിനിമ, സെല്ലിലോയിലെ കാറ്റേ കാറ്റേ എന്നൊരു പാട്ട് എനിക്ക് പാടിത്തരോ? പാടിത്തരാം. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലി പൂങ്കദളി വാഴ പൂക്കളിൽ ആകത്തെ നിറഞ്ഞോ, ആകത്തെ നിറഞ്ഞോ, ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. ഓ അടിപൊളി. ഇപ്പൊ എനിക്കത് എല്ലാവരും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു പാട്ടെങ്കിലും പാടിപ്പിക്കില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാരെ പാടിപ്പിക്കുന്ന പാട്ട് ഏതാ? പാടിപ്പിക്കുന്നത് കാറ്റേ കാറ്റേ, ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ പാടിപ്പിക്കും. സ്വപ്നസുന്ദരി, തമിഴാണെങ്കിൽ അതാ പഠിപ്പിക്കുന്നത്. സ്വപ്നസുന്ദരി അതേ വഴി പഠിപ്പിക്കും. ഞങ്ങളുടെ ലിസ്റ്റിലുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങുകളാണ്. ഇപ്പൊ മറ്റു ലാംഗ്വേജിലും പാടുന്നുണ്ട്. ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ടായിരുന്നു. പൊതുവെ മലയാളത്തിൽ നിന്ന് മറ്റു ലാംഗ്വേജിൽ പോകുമ്പോൾ ലാംഗ്വേജ് പലപ്പോഴും ഒരു പ്രശ്നമാവാറുണ്ട്. പക്ഷെ നല്ല അസലായിട്ട് തമിഴ് സംസാരിക്കും. എല്ലാവർക്കും തമിഴ്, ചെന്നൈയിലാണല്ലോ അവിടെ തമിഴ് വശമുണ്ട്. തമിഴിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അയ്യോ എന്ത് നന്നായിട്ടാണ് തമിഴ് സംസാരിക്കുക. ഈ ലാംഗ്വേജിൽ അങ്ങനെ ഒരു പേടിയില്ല അല്ലെ? കാരണം ഏത് ലാംഗ്വേജിലായാലും വരുന്ന പാട്ടുകൾ ഗംഭീരമായിട്ട് പാടാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ശാസ്ത്രീയ സംഗീതമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. അത് പാടുന്നവർക്ക് ഏത് ലാംഗ്വേജും, എല്ലാ ലാംഗ്വേജുകളിലും കൃതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പാടുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതാണ് ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, ലാംഗ്വേജ് പ്രോബ്ലം വരത്തില്ല. ആദ്യമൊക്കെ നമ്മൾ TV ഷോയിലൊക്കെ മാമിനെ കാണുന്ന സമയത്ത് ഈ സംസാരിക്കുന്ന സമയത്ത് തമാശകൾ പറയും, കൗണ്ടർ അടിക്കും, തഗ്ഗൊക്കെ പറയും. ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാ. എപ്പോഴും തമാശകൾ ഇഷ്ടപ്പെടുന്ന, തമാശകൾ പറയാൻ ആഗ്രഹിക്കുന്ന ആളാണോ? അതെ അതെ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഇതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല കൊച്ചിലെ ഭയങ്കര കുസൃതി കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു കൊച്ചായിരുന്നു. ഇപ്പൊ ഒരു മാറ്റമുണ്ട്. അത് പഴയ അതുപോലെ തന്നെയാണോ? ഇത്തിരിയൊക്കെ മാറി. ഇപ്പോഴും ഒറ്റക്ക് ചോറൊക്കെ വെച്ച് കളിക്കുന്നത് അതിപ്പോഴും ഉണ്ട്. അത് മാറിയിട്ടില്ല കേട്ടോ, അത് ഇപ്പോഴും ഉണ്ട്. അത് ഭയങ്കര സന്തോഷം കിട്ടുന്ന പരിപാടിയാണോ? അതെ, സന്തോഷം കിട്ടുന്ന പരിപാടി. അമ്മയും അച്ഛനെ കൂട്ടു തന്നെ. നേരത്തെ കുട്ടികളൊക്കെ വരുമായിരുന്നു.